നാട്ടുകാർ പറയുന്നത് ചെവിക്കൊള്ളാതിരിക്കുക, നമ്മൾ ചില സമയം പൊട്ടനായിട്ട് അഭിനയിക്കുക. എവറസ്റ്റിന് 40 ലക്ഷം രൂപ കടവ് എടുത്താൽ ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് ന്യൂമോണിയ ബാധിച്ച് രക്തം ഛർദ്ദിച്ചാണ് ഞാൻ എവറസ്റ്റിന്റെ മുകളിലെത്തുന്നത്. നമ്മൾ സ്പോർട്സ് എന്തിനാ? സർക്കാർ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ സ്പോർട്സ് കളിക്കത്തുമില്ല. ഇപ്പൊ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചുണ്ട് അല്ലേ? കുഞ്ഞിന്റെ പേരെന്താ? ജഹനാര മറിയം. ഓക്കെ. കല്യാണം കഴിച്ച സമയത്ത് ജോലി ഉണ്ടായിരുന്നോ? ഗവൺമെന്റ് ജോബ്? പോസ്റ്റ് ഓഫീസിലായിരുന്നു. പോസ്റ്റൽ അസിസ്റ്റന്റ് ആയിരുന്നു. പോസ്റ്റൽ അസിസ്റ്റന്റ് ആയിരുന്നു. ഇപ്പൊ ഈ മൗണ്ടനിങ്ങും കാര്യങ്ങളാണല്ലേ. അപ്പൊ ഈ കുടുംബത്തില് എല്ലാരും സപ്പോർട്ടാന്ന് പറഞ്ഞു. ഭാര്യ വീട്ടുകാരെങ്ങനെയാ? അതായത് മോൾക്കൊരു ഗവൺമെന്റ് ജോലിക്കാരനെ കല്യാണം കഴിപ്പിച്ചു, കേന്ദ്ര ഗവൺമെന്റ് ജോലിക്കാരനെ കല്യാണം കഴിപ്പിച്ചെടുത്തു. ഇപ്പം കുന്നും മലയും കയറി നടക്കുക എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവില്ലേ അവർക്ക്? വൈഫ് എപ്പോഴും പറയാറുണ്ട്, സർക്കാർ ജോലിക്കാരനാണ് നിങ്ങളെ സർക്കാർ ജോലിക്കാരനാണെന്ന് വിചാരിച്ചാണ് നിങ്ങളുടെ കൂടെ എന്നെ വിട്ടത്. എനിക്ക് ആ ചെറിയ രീതി ഇരുന്നാവേ, നിങ്ങൾ ഇങ്ങനെ വലുതാവേണ്ട എനിക്ക് ആവശ്യമില്ല, എനിക്കെന്റെ ആഗ്രഹമില്ലത്. പക്ഷെ പിന്നെ നമ്മൾ പിടികൊടുക്കത്തില്ലല്ലോ. നമ്മളിങ്ങനെ നിരന്തരം ഇതിന് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ആദ്യം ഇവരെല്ലാം ട്രൈ ചെയ്ത് നോക്കി, വഴക്കുണ്ടാക്കി നോക്കി, അടിപിടി ഉണ്ടാക്കി നോക്കി. അപ്പോൾ നമ്മളിത് പിന്നോട്ട് പോകുന്നില്ലല്ലോ. ഇപ്പൊ എല്ലാരും അഡ്ജസ്റ്റ് ആയി. പറഞ്ഞാൽ അനുസരിക്കില്ലെന്ന് മനസ്സിലായി. അതെ, അത് നമ്മള് അങ്ങനെ വന്നു പോയതാ. ഇല്ല, ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരു ആഗ്രഹങ്ങൾ വരുമ്പോഴത്തേക്ക് അതിന്റെ പുറകെ പോയി അച്ചീവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആൾക്കാരിൽ കിട്ടുന്ന ഒരു ഇത് മാത്രമാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു റുട്ടീൻ കാണും. നമ്മൾ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാറി ചിന്തിക്കാനോ നമുക്ക് ചെയ്യാനോ നമ്മുടെ ശരീരവും മനസ്സും നമ്മൾ തയ്യാറാവത്തില്ല. കാരണം നമുക്ക് ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ എല്ലാ ദിവസവും എഴുന്നേക്കുന്നു, ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മളെല്ലാ ദിവസവും ചെയ്യുന്ന ജോലി, ഇതിൽ നിന്ന് മാറി ചിന്തിക്കുക എന്ന് പറയുന്ന വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പർപ്പസാണ്. അവിടെയാണ് ശരിക്കും അതിന്റെ റിസ്ക് ഇരിക്കുന്നത്. അപ്പൊ അത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചേഞ്ചസ് വരും. ചിലപ്പോൾ മാറേണ്ട കാര്യങ്ങളാണുമ്പോ മാറണം. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ നിരന്തരം ഇപ്പം കുറച്ച് നാൾ ഇപ്പൊ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ എനിക്ക് മടുക്കും. പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യും. കാരണം എനിക്ക് ഉദാഹരണങ്ങൾ മുന്നിലുണ്ട്. എൻ്റെ ഫ്രണ്ടായിട്ടുള്ള അമേരിക്കക്കാരൻ 40 വയസ്സ് വരെ ഡോക്ടറായിരുന്നു. 40ാമത്തെ വയസ്സ് അയാൾ ഡോക്ടർ സ്ഥാനം ഉപേക്ഷിച്ചിട്ട് അയാൾ മരപ്പണിക്കാരനായിട്ട് പോവാ. മരപ്പണിക്കാരൻ, കാർപ്പൻ്റർ. അപ്പൊ പിന്നെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായി വെരി ഈസി ടു ചേഞ്ച് ദ പ്രൊഫഷൻ. നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. നമ്മുടെ ഡോക്ടർ ഒരിക്കലും മരപ്പണിക്കാരനായിട്ട് പോകത്തില്ല. അയാളുടെ പ്രൊഫഷൻ അവസാനിപ്പിച്ചിട്ട് നേഴ്സ് പരിപാടി നിർത്തി വേറെ പരിപാടിക്ക് പോകുന്നു. അപ്പൊ ലൈഫിൽ ഏത് സമയത്ത് വേണം നമുക്ക് പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാം. തീർച്ചയായിട്ടും. പക്ഷെ ആ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യുന്നവർക്കുള്ളൊരു പൊതുവെയുള്ള നമ്മുടെ നാട്ടില് വിളിക്കുന്നതേ കഴിവില്ല. അത് തന്നെയാ പൊതുവെ പറയുന്നത്. നമ്മൾ നാട്ടുകാർ പറഞ്ഞിട്ട് കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് വിദേശ ഹാൻഡിൽ ചെയ്യുന്നേ നാട്ടുകാർ പറയുന്നത് ചെവിക്കൊള്ളാതിരിക്കുക, നമ്മൾ ചില സമയം പൊട്ടനായിട്ട് അഭിനയിക്കുക, ആൾക്കാരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് നമ്മളെ കുറിച്ച് അറിയാമല്ലോ. നമ്മള് ഇന്ന പ്രൊഫഷനിൽ തന്നെ നിൽക്കാവുള്ളൂ എന്ന വാശി കുടുംബക്കാർക്കുണ്ടാവും. പക്ഷെ നമ്മളത് ചേഞ്ച് ചെയ്യുന്നത് അവർ ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചിട്ടായിരിക്കും. സ്വാഭാവികമായി എല്ലാ അച്ഛനും അമ്മമാർക്കും മക്കളെ കുറിച്ച് നല്ല പ്രതീക്ഷയും അവരൊരു ഗവൺമെന്റ് ജോബ് സ്ഥിരം നമ്മുടെ നാട്ടിലുള്ള ഒരു പതിവാണിത്. അപ്പൊ അത് മാറുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയ്ക്കും ഒരു സങ്കടം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്തിരുന്നോ? ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു. കാരണം ഇവർക്ക് എല്ലാവർക്കും മാനസികമായിട്ട് പ്രശ്നം. ഞാൻ ലീവ് എടുക്കുന്നതില് നമ്മുടെ ജോലി കളയുമോ എന്നൊരു പേടി, ജോലി പോകുമോ എന്നൊരു പേടി, അല്ല ജോലി കളയുമോ എന്നൊരു പേടി. ചിലപ്പോൾ എനിക്ക് ഭ്രാന്ത് മൂത്ത് ജോലി കളയുമോ എന്ന് പേടി. ഇതുവരെ കളഞ്ഞിട്ടില്ല. ഒന്നും പറയുന്നത് ഇതൊരു ഭ്രാന്താണല്ലോ ബേസിക്കലി. നമ്മളിങ്ങനെ പോകുന്നില്ല. ഞാൻ എവറസ്റ്റ് കയറി. എവറസ്റ്റ് കയറിയതാണ് എൻ്റെ ജീവിതത്തിലെ മാറ്റിയത്. എവറസ്റ്റിന് 40 ലക്ഷം രൂപ കടവ് എടുത്താണ് ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് ന്യൂമോണിയ ബാധിച്ച് രക്തം ഛർദ്ദിച്ചാണ് ഞാൻ എവറസ്റ്റിന്റെ മുകളിലെത്തുന്നത്. ഞാൻ 15 മിനിറ്റ് ഓക്സിജൻ ഇല്ലാതെ മരിക്കാൻ കിടന്നു. എന്നിട്ട് ഞാൻ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ തിരിച്ചു വന്നാൽ പിന്നെ എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ എല്ലാം ത്യജിച്ചിട്ടാണ് പോകുന്നത്. വീട്ടുകാരെ വിഷമപ്പെടുത്തിയാണ്, നാട്ടുകാരുടെ അടുത്ത് കടം മേടിച്ചിട്ടാണ് പോകുന്നത്. നമ്മുടെ പഞ്ചാബ് ഹൗസിൽ ദിലീപ് പോയ അവസ്ഥയാണ്. മനസ്സിലായില്ലേ? വെള്ളത്തിൽ ചാടികൾ വഴി. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും എന്റെ മോട്ടിവേഷൻ അതായത് എങ്ങനെയല്ലേ എവറസ്റ്റിന്റെ മുകളിലെത്തുക. ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യ വാർഷികം 2022 മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ പർപ്പസും 2023 പോയാൽ നടക്കത്തില്ല. ഈ 2 കാരണം കൊണ്ടാണ് ഞാൻ കയറിയത്. ശരിക്കും ലൈഫിൽ ഞാൻ ആ റിസ്ക് എടുത്ത് വിജയിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് പിന്നെ ഒരു എന്താ പറയുക വിജയം കിട്ടിയത് ലൈഫിൽ. അത് വിജയിച്ചത് കൊണ്ട് ആൾക്കാർ പലരും എന്നെ വിജയിയായിട്ട് കണ്ടു. ഞാൻ അവിടെ പരാജയപ്പെട്ടായിരുന്നെങ്കിലോ തീർച്ചയായിട്ടും നമ്മൾ കാണത്തില്ല. ഞാൻ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ആ വിഷമം താങ്ങിപ്പോയേനെ. പക്ഷെ ഞാൻ റിസ്ക് എടുത്തു. നമ്മൾ ലൈഫ് റിസ്ക് എടുക്കുന്നത് അതാണ് ഞാൻ എടുത്ത വലിയ റിസ്ക്.
കാരണം എല്ലാവരുടെയും കാശും മേടിച്ച് ഒരു സ്വപ്നത്തിന്റെ പുറകെ പോയാൽ അങ്ങനെ പോയാലേ അത് നമുക്ക് കിട്ടത്തുള്ളൂ. അത് അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ നമ്മൾ എടുക്കാൻ ആ റിസ്ക് എടുത്ത് നമ്മൾ ചാടണം. ഞാനത് ചാടിയത് കൊണ്ടാണ് ശരിക്കും എവറസ്റ്റിൽ പോയത്. അത് കഴിഞ്ഞ് എനിക്ക് സ്പോൺസർമാരെ കിട്ടി, എനിക്ക് ഈ 7 ഭൂഖണ്ഡങ്ങൾ കയറാൻ പറ്റിയതും ഈ ധനാലി പോയി കുടുങ്ങാൻ പറ്റിയതും. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ എവറസ്റ്റ് പോകാനുള്ള റിസ്ക്, ആ മോണിറ്ററി റിസ്ക്, അല്ലെങ്കിൽ ആ മൗണ്ടന്റെ മുകളിൽ ഞാൻ കാണിച്ച ഹെൽത്ത് റിസ്ക് എടുത്തത് കൊണ്ടാണ്. മരണം വരെ സംഭവിക്കാമെങ്കിലും എനിക്ക് അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്പോൺസർ കിട്ടാനൊക്കെ ഇത്ര പാട്? അതായത് ഈ ഒരു പ്രൊഫഷൻ ആയതുകൊണ്ടാണ് പലരും ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്? അങ്ങനെ പ്രൊഫഷൻ ആയതുകൊണ്ടല്ല, പൊതുവെ നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്തിൽ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. നിങ്ങൾ ഈ കാണും നാഷണൽ ഗെയിംസിന് നാഷണൽ റെക്കോർഡ്, ഇന്ത്യൻ റെക്കോർഡ് മേടിച്ചിട്ട് വിജയിക്കുന്ന കുട്ടികളുണ്ട് ഓരോ ഇവന്റിന്. അവരൊക്കെ എവിടെ? അവരെന്താ ഒളിമ്പിക്സിന് കാണാത്ത? ഇവരൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ പങ്കെടുക്കണേ അവർക്ക് ഇന്റർനാഷണൽ ലെവലിലുള്ള ട്രെയിനിങ് കൊടുക്കണം, ട്രെയിനിങ് ഫെസിലിറ്റി. അതിന് ഇന്ത്യയിൽ സാധ്യതയില്ല. അതിന് പാരീസിലോ വല്ല ജർമ്മനിയിലോ വിടണം, അതിന് നല്ല ഫണ്ട് വേണം. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രത്യേകിച്ച് കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം സ്പോർട്സിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പല രാജ്യങ്ങളും സ്പോർട്സിൽ ഓരോരുത്തരുടെ ജീവിതത്തിലാണ് അത് ഇൻഫ്ലുവൻസ് കൊടുക്കുന്നത്. എല്ലാവർക്കും വിദേശ രാജ്യങ്ങളിൽ എല്ലാവർക്കും ഒരു ഗെയിം കാണും. അത് ആണായാലും പെണ്ണായാലും. കാരണം ഈ ഗെയിമിലൂടെ ആയിരിക്കും അവർ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഗെയിം കളിച്ചാൽ മതി. ആഴ്ച ഒരിക്കലോ അല്ലെങ്കിൽ കൂട്ടം കൂടുമ്പോൾ ഇവർ ഈ ഗെയിം കളിക്കും. നമുക്ക് അങ്ങനെ ഒരു കൾച്ചറേ ഇല്ല. അപ്പോൾ ബേസിക്കലി സ്പോർട്സിന്റെ ഇമ്പോർട്ടൻസ് അറിയത്തതേ ഇല്ല. നമ്മൾ സ്പോർട്സ് എന്തിനാ? സർക്കാർ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ സ്പോർട്സ് കളിക്കത്തുമില്ല. അങ്ങനെ ഒരു സംസ്ഥാനത്ത് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ആ സ്പോർട്സിനെ നോക്കി കാണുന്നു. അതുപോലെ തന്നെ അതിനകത്ത് ഫണ്ട് പൈസ ഇറക്കാൻ അവർക്ക് താല്പര്യം കാണത്തില്ല. ഇപ്പൊ തന്നെ ഞാനിപ്പോ എത്രയും കയറി പല സ്ഥലങ്ങളിലും ഇൻസ്റ്റിറ്റ്യൂഷനിലും വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ പോകുമ്പോൾ എനിക്ക് പറയും വണ്ടി ചെലവിനുള്ള പൈസ തരണമെന്ന് പറയും. അവിടെ പോയി നമ്മൾ മോട്ടിവേഷണൽ ക്ലാസ് സംസാരമല്ലേ, അതിനവർ ചിലപ്പോൾ പൈസ തരത്തില്ല. പക്ഷെ ഏതെങ്കിലും പാട്ടുകാരനെ വിളിച്ച് അവര് 10 ലക്ഷം രൂപ കൊടുത്ത് പരിപാടി നടത്തും. അപ്പോൾ ഒരു സ്പോർട്സ് താരത്തെ അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കൊണ്ടുവന്ന് ഞാൻ വണ്ടിക്കൂലി മാത്രമേ ചോദിക്കത്തുള്ളൂ, അതുപോലെ തരാൻ താല്പര്യമില്ല. പക്ഷെ അവര് ഗാനമേള നടത്താനും ഉത്സവം നടത്താനും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുകയും ചെയ്യും. അപ്പൊ തന്നെ മനസ്സിലാക്കണം സ്പോർട്സിന് നമ്മുടെ സമൂഹം കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് ബേസിക്കലി ആരും ഇപ്പം വലിയ പൈസക്കാരും വലിയ ബിസിനസ്സുകാരും നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും അവരിതിൽ ഫോക്കസ് ചെയ്യത്തില്ല. അവരെന്ത് ചെയ്യും? സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അവർ വല്ല ടെലിഫിലിമിലോ എന്താ പറയാ വെബ് സീരീസിലോ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം അതാണ് അവർക്ക് ചെയ്യാൻ കൂടുതൽ സൗകര്യം. പ്രൊമോട്ട് ചെയ്തിരുന്നത് നമ്മളെ. പൊതുവേ അങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ സമൂഹത്തിൽ ഇല്ല. കേരളത്തിൽ മാത്രമല്ലെന്ന് തോന്നുന്നു, മൊത്തത്തിൽ അങ്ങനെയാണ്. ഇന്ത്യയിൽ മൊത്തത്തിൽ ഓൾ ഇന്ത്യയിൽ സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളുണ്ട്. മീൻസ് ഹരിയാന, പഞ്ചാബ് പോലുള്ള സംസ്ഥാനം അത് പണ്ട് മുതലേ സ്പോർട്സിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള. നമ്മുടെ നാട്ടിൽ സ്പോർട്സിലൂടെ കയറി വന്ന ആരാ? ശ്രീജേഷ്. അത് സ്വന്തം പ്രയത്നത്തിൽ വന്നാണ്. IM വിജയൻ സ്വന്തം പ്രയത്നത്തിൽ വന്നാണ്. ഞാൻ സ്വന്തം പ്രയത്നത്തിൽ വന്നാണ്. അങ്ങനെ നമ്മുടെ സഞ്ജു സാംസൺ സ്വന്തം പ്രയത്നത്തിൽ വന്നാണ്. ആരെങ്കിലും ഫണ്ട് ചെയ്ത് സ്പോർട്സുകാരായിട്ട് വന്ന ആളെ എനിക്കറിയത്തില്ല നമ്മുടെ സംസ്ഥാനത്തിൽ. പക്ഷേ ഹരിയാന, പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇവരെ വിദേശ രാജ്യങ്ങളിൽ വിട്ട് വലിയ വലിയ സ്പോർട്സ് താരങ്ങളാക്കി മാറ്റുകയും ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യും. ട്രെയിനിങ് ഫെസിലിറ്റി ഗുസ്തിയാണെങ്കിൽ അവർക്ക് തന്നെ ഉണ്ട്, സംവിധാനമുണ്ട്. അല്ലാതെ ജാവലിൻ ത്രോ ആയിക്കോട്ടെ, അതെല്ലാം അവരെ വിദേശ രാജ്യങ്ങളിൽ വിട്ട് അവർ ട്രെയിൻ ചെയ്യിപ്പിക്കും. സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ അതുപോലുള്ള ഏജൻസിയോ. നമ്മുടെ നാടുകളിൽ അങ്ങനൊന്നുമില്ല. ഇങ്ങനൊരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കേരള ഗവൺമെന്റിന് ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അത് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എന്തെങ്കിലും താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? കേരള ഗവൺമെന്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതല്ല, നമ്മളുടെ ആൾക്കാരുടെ ബോധവൽക്കരണം, ചിന്താരീതിയാണ് മാറ്റേണ്ടത്. ഈ പറയുന്ന ഞാൻ ചോദിക്കുന്നത് ഈ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാരുടെ ചിന്താഗതി പെട്ടെന്ന് മാറ്റാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ഈ എഡ്യൂക്കേഷന്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്നുള്ളത് സ്പോർട്സ് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അവിടുന്ന് നിശ്ചിതമായിട്ട് ഇന്നത് ചേർന്നേ പറ്റൂ എന്നുള്ള ഒരു അജണ്ട വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചേർന്നേ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ രീതികൾ മാറും, പൊതുവെ പേരൻസിന്റെ ചിന്താഗതിയും മാറും. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ പറയുന്ന ട്രൈ ചെയ്തു. നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലും കോളേജിലും ഒക്കെ സ്പോർട്സ് സാറന്മാരുണ്ട്, സ്പോർട്സിന് പീരീഡ് ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഏതിലാ ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് അനുസരിച്ചിരിക്കും നമ്മുടെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ശരിയല്ലേ? നമ്മൾ സ്പോർട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അതൊരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും വലിയ മോണിറ്ററി ബെനിഫിറ്റ് ഹെൽത്ത് ബെനിഫിറ്റ് എന്നവർ മനസ്സിലാക്കുന്നില്ല. നല്ലൊരു സ്പോർട്സ് താരം ജീവിതകാലം മുഴുവൻ സ്പോർട്സിന്റെ രംഗത്ത് നിൽക്കുക, സ്പോർട്സ് പറഞ്ഞാൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല, നിൽക്കുന്ന ഒരാൾക്ക് ലൈഫിൽ വലിയ അസുഖങ്ങളൊന്നും വരത്തില്ല. ബേസിക്കലി എന്താ പറയാ, ആ രോഗങ്ങളുടെ പേരെന്താ പറയാ, ദൈനംദിന പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന, അത് അതിന് പേര് പറയുമല്ലോ,
ജീവിതശൈലി രോഗങ്ങളല്ലേ? ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ബാക്കി ഡിസീസസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതല്ലേ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. 60-ാമത്തെ വയസ്സിലും 70-ാമത്തെ വയസ്സിലും 80-ാമത്തെ വയസ്സിലും ഒക്കെ ബീഫ് ബിരിയാണി കഴിക്കാൻ പറ്റുക എൻ്റെ ഒരു ഇതിൽ തിയറിയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ വിജയ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 80-ാമത്തെ വയസ്സിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുകയും സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുമെങ്കിൽ അയാൾ വിജയിയാണ് എൻ്റെ അഭിപ്രായം. അതിന് ഹെൽത്ത് വേണം, എല്ലാ സാധനങ്ങളും മെന്റൽ സ്ട്രെങ്ത് വേണം. ഇപ്പോഴത്തെ പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന പല പിള്ളേരും വീടിന്റെ പുറത്തിറങ്ങാറില്ല. അവർ ഗെയിമിംഗ് ആണ്. ഫോൺ മാത്രമല്ല, ഗെയിമിങ്ങും ബാക്കി കാര്യങ്ങളിലാണ് അവർ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. പുസ്തകം പോലും അവർ കൃത്യമായിട്ട് വായിക്കാറില്ല. അവർക്ക് ഇമാജിനേഷൻ ഇല്ല. ഇമാജിനേഷൻ എങ്ങനെയാ വരുന്നത്? ഇപ്പൊ എല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ തരിക, നീ ഒന്നും ഇമാജിൻ ചെയ്യണ്ട, എന്നാ എല്ലാം പിടിച്ചോ. കൂടെ വന്നത് പിന്നെ ഒന്നും പറ്റത്തില്ല. എങ്ങനെ ഇമാജിനേഷൻ ഉണ്ടാവും കേക്കട്ടെ. എന്തുകൊണ്ടാണ് സ്റ്റീഫൻ സ്പിൽബർഗ് ഒക്കെ 10 വർഷം എടുത്തിട്ട് ഒരു സിനിമ ഉണ്ടാക്കുന്നത്, അല്ല ഇത്രയും വർഷം എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം മാറ്റി വെക്കണം. എല്ലാ ഗാഡ്ജറ്റ്സും ഈ നമുക്ക് ഇൻപുട്ട് തരുന്ന എല്ലാം മാറ്റി വെച്ച് നമ്മുടെ തലയിൽ ഉണ്ടാവേണ്ട ഒരു സാധനം ഇമാജിനേഷൻ. ഒരു അരമണിക്കൂർ ഈ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാൻ നമുക്ക് ഇരിക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റൂട്ടോ. പറ്റും. കറണ്ട് പോയി കഴിഞ്ഞാൽ പറ്റുമായിരിക്കും. സത്യമായിട്ടും ഞാൻ അങ്ങനെ അമിതമായി ഉപയോഗിക്കാറില്ല. പക്ഷെ കുട്ടികൾക്ക് ഇമാജിനേഷൻ ഇല്ലാത്ത കാര്യം എപ്പോഴും 24 മണിക്കൂറും. എൻ്റെ വൈഫ് കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഇക്കാന്നാ വിളിക്കുന്നത്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എനിക്ക് എപ്പോഴും സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അങ്ങ് കയ്യെ തരിക്ക് നോക്കാൻ ആകെ 10 പേരെ കാണത്തുള്ളൂ. അപ്പം ടെൻഷനാ, നിരന്തരം ഇത് നോക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ ആർക്കെങ്കിലും ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ റീഡ് ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പം ഇതിനെന്താ ചെയ്യാൻ പറ്റുന്നത്? ചെറിയ കാര്യമല്ല സത്യം പറഞ്ഞാൽ, വലിയ കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതിരിക്കുക. ഇപ്പൊ നീ നോക്കിയാലും നോക്കിയില്ലേലും സ്റ്റാറ്റസ് കാണുന്നോ കാണും. നീ നോക്കിയാലും നോക്കിയില്ലേലും ആ ബ്ലൂടിക്ക് ആകുമ്പോഴേ ബ്ലൂടിക്ക് ആവും. നമുക്കൊന്നും തന്നെ ചെയ്യാനില്ല. വളരെ സിമ്പിൾ. അപ്പൊ അതിന്റെ വഴിക്ക് വിടുക. അപ്പൊ അവർക്ക് കുറെ സമാധാനം കിട്ടിയെന്നൊക്കെ. പിന്നെയും ടെൻഷൻ ആവും ഇതിടുമ്പോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. മെന്റൽ ഹെൽത്ത് ഈസ് റിലേറ്റഡ് ടു ഓൾ ദ ഡിസീസ് ഇൻ അവർ ബോഡി. അപ്പൊ ഞങ്ങൾ ഈ മൗണ്ടൻ കയറുമ്പോൾ മെന്റലി ഭയങ്കര സ്ട്രോങ് ആവണം. നിങ്ങൾ ഈ മൗണ്ടൻ കയറുന്നത് മാത്രമല്ലേ കാണത്തുള്ളൂ. ഈ നടന്നു കഴിഞ്ഞിട്ട് പോയി മണിക്കൂറോളം ആകാശത്തോടെ നോക്കി കിടക്കണം, അല്ല ടെന്റിനകത്ത് കിടക്കണം. അത് കഴിഞ്ഞ് 10ഉം 18ഉം എവറസ്റ്റ് 60 ദിവസമാണ്. ദനാലേക്ക് 18 ദിവസം മൗണ്ടന്റെ മണ്ടയ്ക്ക് താമസിക്കണമെങ്കിൽ അപാരമായുള്ള മെന്റൽ സ്ട്രെങ്ത് വേണം. ഫിസിക്കൽ സ്ട്രെങ്ത് എന്തായാലും വേണം. പക്ഷെ മെന്റലി ആണ് നമ്മളെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം കൊടുങ്കാറ്റടിക്കും, പല പ്രശ്നങ്ങൾ വരും, ഭക്ഷണം ഇഷ്ടപ്പെടത്തില്ല, ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല. ജനാലിലൊക്കെ നമ്മൾ ബാത്റൂമിൽ 18 ദിവസവും പോകുന്ന നമ്മുടെ ഹ്യൂമൻ വേസ്റ്റ് കളക്ട് ചെയ്ത് തിരിച്ച് താഴെ കൊണ്ടുവരണം. ഒരു കവറിനകത്തൊക്കെ തന്നെ ആയിരിക്കും എല്ലാ ദിവസവും ഇടുന്നത്. ഇത് തുറക്കുമ്പോൾ ഒരു നാറ്റമുണ്ട് ഈ മൗണ്ടൻ വെച്ചിട്ട്. അത് തന്നെ അത് നേരെ നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ഇല്ലാതാക്കും. മനസ്സിലായി? പറയുമ്പോ തന്നെ ഇതൊക്കെ തരണം ചെയ്യുക. പിന്നെ കൂടെ നമ്മൾ ടീമായിട്ട് പോവാണെങ്കിൽ ഓരോരുത്തരുടെ പ്രശ്നം സോൾവ് ചെയ്യുക. കാരണം ടീമായിട്ട് നമ്മൾ പോകണ്ട, പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ ഈ ഐസ് വെള്ളം എടുത്ത് തിളപ്പിച്ച് കഴിയുമ്പോഴേ അതിനകത്ത് കരട് കാണും. ഇപ്പൊ നമ്മൾ കുടിക്കാൻ നേരം ഇങ്ങനെ വായിൽ അട്ടത്ത് നിൽക്കുമ്പോഴായിരിക്കും കരട് കാണുന്നത്. പിന്നെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റില്ല, കരടോടെ കുടിക്കുക. ഇതൊക്കെ മെന്റലി നമുക്ക് നല്ല പവർ വേണം. ഈ മെന്റൽ പവർ ഉണ്ടെങ്കിൽ ഗുണമെന്ന് വെച്ചാൽ ഈ മൗണ്ടൻ നമ്മൾ താഴെ ഇറങ്ങുമല്ലോ. അപ്പൊ നമുക്ക് ഈ സാധാരണ താഴെ വന്ന് ഭൂമിയിൽ മനുഷ്യൻ കാണിക്കുന്നതാണ് ചിരി വരും. നമുക്ക് നമ്മളെ മെന്റലി ടോർച്ചർ ചെയ്യാൻ പറ്റത്തില്ല. എത്ര വിചാരിച്ചാലും നമ്മൾ അത്രയ്ക്ക് മെന്റലി സ്ട്രോങ് ആവും. നമ്മുടെ ബോസ് ഇപ്പം നമ്മളെ ഫയർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ബൈ ബൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങി പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും. അതാണ് എനിക്ക് മൗണ്ടനിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ കരുത്ത്. ഇനി എല്ലാവരും എന്നെ ഉപേക്ഷിച്ചിട്ട് പോയാലും എനിക്ക് ചിരിച്ചോണ്ട് നിൽക്കാൻ പറ്റും. അതേ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല, എനിക്ക് പറ്റില്ല. ഞാൻ കരയും. ഞാൻ ശരിക്കും കരയും.